ഡബ്ല്യു എൽ ടോയ്സിന്റെ 1/12 സ്കെയിലിൽ വരുന്ന 2 വീൽ ഡ്രൈവ് ഡെസേർട്ട് ബഗ്ഗിയാണ്. ഇത് കുറെ നാളായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന തട്ടുംപുറത്ത് എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിന്റെ ടയർ ബാക്കിലെ 2 ടയർ എലി കരണ്ട് സംഭവം സീനാക്കി വെച്ചൊക്കെയാണ്. അതേപോലെ തന്നെ ഉപയോഗിക്കാണ്ട് വെച്ചപ്പോൾ ഇതിന്റെ ബാറ്ററി ഒക്കെ ഡെഡായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ചാർജർ മിസ്സിംഗ് ആണ്. ഈ ഒരു മോഡൽ റിമോട്ടാണ് ഈ ഒരു RCക്ക് വരുന്നത്. വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഇതിനകത്ത് ബാറ്ററി ഇട്ട് വെച്ചിട്ട് ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിലെ ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. മുമ്പും 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഉപയോഗം കഴിഞ്ഞാൽ റിമോട്ടിലെ ബാറ്ററി മാക്സിമം ഊരി മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവം തുരുമ്പെടുത്ത് ആകെ സീനായി പോകും. അപ്പോൾ നമുക്ക് ഈ വണ്ടി മൊത്തം ഒന്ന് സർവീസ് ചെയ്ത് റിമോട്ടിലെ സ്പ്രിങ് ഒക്കെ മാറി സംഭവം പുതിയ ബാറ്ററിയൊക്കെ ഇടുന്നത് അടിപൊളിയാക്കി എടുക്കണം. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ടിൽ തുരുമ്പെടുത്ത് പോയിരിക്കുന്ന സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി റിമോട്ട് ഒന്ന് ഓൺ ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രിങ് റിമോട്ടിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റിമോട്ടിൻ്റെ ആ ബാറ്ററി സൈഡിലെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി റിമോട്ട് ഓണാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ ഒരു RCക്ക് വേണ്ടി നമ്മൾ 2 നല്ല അടിപൊളി ടയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടയറാണ് നമ്മൾ ഈ ഒരു RCക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതിക്ക് മുന്നേ നമുക്ക് ഈ RC ഒന്ന് ക്ലീൻ ചെയ്യണം. കംപ്ലീറ്റ് മണ്ണും കാര്യങ്ങളൊക്കെ കയറി ആകെ സീനായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ടയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ വണ്ടി മൊത്തം ഒന്ന് WD-40 ഒക്കെ അടിച്ച് സംഭവം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. WD-40 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ പാർട്സുകളൊന്നും പെട്ടെന്ന് തുരുമ്പിക്കില്ല. അതുകൊണ്ടാണ് WD-40 അടിച്ച് നമ്മൾ സംഭവം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത്. വീലിൻ്റെ അലോയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്, ഡിസൈൻ വ്യത്യാസമുണ്ട്. അത് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർക്ക് കുഴപ്പമില്ല, വണ്ടി റണ്ണാക്കി കിട്ടിയതെന്ന് പറഞ്ഞ കാരണം നമ്മൾ വീലിങ്ങനെ സെറ്റ് ചെയ്താണ്ടാ. വണ്ടിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പഴയ ബാറ്ററി പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു സോക്കറ്റ് നമ്മൾ ഇതിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പഴയത് ബാറ്ററി എന്ന് പറയാൻ പറ്റില്ല, ഇത് കപ്പാസിറ്റർ ടൈപ്പ് ബാറ്ററിയാണ് ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബാറ്ററി ഒന്ന് വണ്ടിയിൽ ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പുതിയ സെല്ല് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ബാറ്ററി ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. എന്നാലേ ബാറ്ററി ലൈഫ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഈ ബാറ്ററി എന്നിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.